ഇന്ന് ബേക്കറി ടേസ്റ്റിൽ വരുന്ന ഒരു മാർബിൾ കേക്കിൻ്റെ റെസിപ്പിയാണ് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ ഇതിൽ ബട്ടറൊന്നും യൂസ് ചെയ്തിട്ടില്ല. അപ്പോൾ ബട്ടർ യൂസ് ചെയ്തിട്ടുള്ള ഒരു റെസിപ്പി ഇതിന് മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കുക. അത് ഞാൻ മുകളിൽ ഐക്കാർഡിൽ കൊടുക്കാം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ആദ്യം തന്നെ കേക്കിന് വേണ്ടിയിട്ടുള്ള ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഇവിടെ അരിച്ചു വെച്ചിട്ടുണ്ട്. ഇത് 1 കപ്പ് മൈദയും 2 ടേബിൾ സ്പൂൺ പാൽപ്പൊടിയും 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും 1 നുള്ളു ഉപ്പും കൂടി ചേർത്തിട്ട് 2 തവണ അരിച്ചു വെച്ചതാണ്. അപ്പോൾ പാൽപ്പൊടി ഇല്ലെങ്കിൽ അത് സ്കിപ്പ് ചെയ്യാം, പക്ഷെ ചേർക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും കേക്കിനുണ്ടാവുക. ഇനി ഒരു ബൗളിലേക്ക് 3 മീഡിയം സൈസിലുള്ള മുട്ട എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1 ടീസ്പൂൺ വാനില എസൻസ് ചേർത്ത് കൊടുക്കാം. ഇനി മുട്ട ബീറ്റ് ചെയ്യാം. അല്പം ഒന്ന് ബീറ്റായി കഴിഞ്ഞാൽ ഇതിലേക്ക് 1/2 കപ്പ് പൊടിക്കാത്ത പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത്. അത് കുറച്ചായി ചേർത്തിട്ട് ഈ മുട്ടയൊക്കെ നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കാം. മുട്ട നല്ലതുപോലെ ക്രീമിയായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാനൊരു 1/4 ടീസ്പൂൺ ബട്ടർ എസൻസ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക. അതൊന്ന് മിക്സാക്കിയ ശേഷം ഒരു 1/3 കപ്പ് സൺഫ്ലവർ ഓയിലാണ് ചേർക്കുന്നത്. ഓയിൽ ചേർത്ത ശേഷം ജസ്റ്റ് ഒന്ന് ബീറ്റ് ചെയ്തെടുത്താൽ മതി. ഇനി നേരത്തെ അരിച്ചു വെച്ചിട്ടുള്ള ഡ്രൈ ഇൻഗ്രീഡിയൻസ് കുറച്ചായി ഇട്ടിട്ട് ഇതൊന്ന് ഫോൾഡ് ചെയ്തെടുക്കാം. അങ്ങനെ എല്ലാ ഇൻഗ്രീഡിയൻസും ചേർത്തിട്ട് ഇത് ഫോൾഡ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഈ ബാറ്ററിൻ്റെ ഒരു 1/4 ഭാഗം ഒരു പാത്രത്തിലേക്ക് മാറ്റുന്നുണ്ട്. അതിലേക്ക് ഒരു 1.5 ടേബിൾ സ്പൂണ് കൊക്കോ പൗഡർ അരിച്ചിട്ട് ചേർത്ത് കൊടുക്കാം. അപ്പം ഞാനിതിലേക്ക് സാഫ്രോണിൻ്റെ ഡാർക്ക് കളർ കൊക്കോ പൗഡറാണ് എടുത്തിട്ടുള്ളത്. ഇനി ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇത് മിക്സ് ചെയ്യുമ്പോൾ ബാറ്റർ അല്പം തിക്കായിട്ടാണ് ഉണ്ടാവുക. അപ്പോൾ അതിൻ്റെ കൺസിസ്റ്റൻസി നോക്കിയിട്ട് നിങ്ങൾ പാല് ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഞാനിവിടെ ഒരു 1.5 ടേബിൾ സ്പൂണ് പാല് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് ഇത് ഉണ്ടാവേണ്ടത്. അപ്പോൾ ഇനി ഒരു 7 ഇഞ്ചിൻ്റെ റൗണ്ട് ടിൻ എടുത്തിട്ടുണ്ട്. അതിൻ്റെ താഴെയും സൈഡിലും ബട്ടർ പേപ്പർ വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഈ വാനില ബാറ്ററിൻ്റെ പകുതി ആദ്യം ഒഴിച്ചു കൊടുക്കുക. അതിനുശേഷം ചോക്ലേറ്റ് ബാറ്ററിൻ്റെ പകുതി എടുത്തിട്ട് ഇതേപോലെ അവിടെ ആയിട്ട് ഒന്നാക്കി കൊടുക്കാം. ഇനി അതിന് മുകളിൽ ബാക്കിയുള്ള വാനില ബാറ്ററും കൂടി ഒഴിച്ചു കൊടുക്കാം. ഇനി വീണ്ടും അതിന് മുകളിൽ ചോക്ലേറ്റ് ബാറ്റർ ഇതേപോലെ ആക്കി കൊടുക്കുന്നുണ്ട്. ഇനി ഒരു ടൂത്ത് പിക്കോ സ്ക്യൂറോ വെച്ചിട്ട് ഇതേപോലെ ഒന്ന് ഡിസൈൻ ആക്കി കൊടുക്കാം. അതിനുശേഷം നന്നായിട്ട് ടാപ്പ് ചെയ്ത് കൊടുക്കണം. ഇനി ഇത് പ്രീ ഹീറ്റ് ചെയ്ത പാത്രത്തിലേക്ക് ഇറക്കി വെച്ച് കൊടുക്കാം. അപ്പോൾ ആദ്യത്തെ ഒരു 3 മിനിറ്റ് മീഡിയം ഫ്ലെയിമിലും അതിനുശേഷം സിമ്മിലേക്ക് മാറ്റിയിട്ടാണ് ബേക്ക് ചെയ്യേണ്ടത്. അപ്പോൾ എനിക്കിത് ബേക്കായി വരാൻ വേണ്ടിയിട്ട് 55 മിനിറ്റ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഓരോരുത്തരുടെയും ഗ്യാസിൻ്റെ ഫ്ലെയിമിനനുസരിച്ചിട്ട് ടൈമിൽ വ്യത്യാസം ഉണ്ടാവും. ഇത് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഓവനിൽ ചെയ്ത് അതേപോലെ കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ഇതിൻ്റെ ബട്ടർ പേപ്പറൊക്കെ പെട്ടെന്ന് തന്നെ റിമൂവ് ചെയ്തിട്ടുണ്ട്. എന്നിട്ടൊരു പാനിൽ അല്പം ഓയിൽ പുരട്ടിയിട്ട് ഇതൊന്ന് മുകൾ ഭാഗം അടിയിലാക്കിയിട്ട് ചെറുതായിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഫ്ലെയിം സിമ്മിലേക്ക് മാറ്റിയിട്ട് ഒരു 5 മിനിറ്റാണ് കുക്ക് ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു കളറിലാണ് ഇപ്പോൾ കിട്ടിയിട്ടുള്ളത്. ഇനി ഇതിൻ്റെ ചൂട് കംപ്ലീറ്റ് ആയി മാറിയതിന് ശേഷം മാത്രം കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഞാനൊന്ന് കട്ട് ചെയ്ത് കാണിച്ചു തരാം. അപ്പോൾ നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാൻ വേണ്ടിയിട്ട്. എന്തായാലും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ബേക്കറിയിൽ നിന്ന് കഴിക്കുന്ന ആ സെയിം ടേസ്റ്റാണ് ഇതിന് വരുന്നത്. ഇത് കട്ട് ചെയ്ത ശേഷം ഒരു എയർ ടൈറ്റ് ബോക്സിലാക്കിയിട്ട് ഒരു 1 വീക്ക് വരെ നമുക്കിത് പുറത്ത് സൂക്ഷിക്കാൻ പറ്റും. പക്ഷേ ഇവിടെ ഇത് ഉണ്ടാക്കിയ അന്ന് തന്നെ മുഴുവനായിട്ട് കാലിയായിട്ടുണ്ട്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു കേക്കാണിത്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണം. അതേപോലെ മറ്റുള്ളവർക്ക് ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ മറ്റൊരു ദിവസം വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.